ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദേശീയ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ഗുസ്തിയിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആരാണ്? സാക്ഷി മാലിക്. ഇന്ത്യൻ ഗുസ്തി താരമായ സാക്ഷി മാലിക്കാണ് ദേശീയ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ഗുസ്തിയിൽ നിന്നും വിരമിച്ചത്. ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് ആരോപണങ്ങളെ തുടർന്ന് സ്ഥാനമൊഴിയുകയും തുടർന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ അനുയായി തന്നെ വിജയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രതിഷേധ സൂചകമായാണ് സാക്ഷി മാലിക് വിരമിച്ചത്. ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ പുതിയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? സഞ്ജയ് സിംഗ്. സഞ്ജയ് സിംഗ് ആണ് ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ പുതിയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മദ്രാസ് ഹൈക്കോടതി തടവ് ശിക്ഷ വിധിച്ച തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? കെ പൊന്മുടി. തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ കെ പൊന്മുടിയെയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മദ്രാസ് ഹൈക്കോടതി തടവ് ശിക്ഷ വിധിച്ചത്. അച്ചടി മാധ്യമ രംഗവുമായി ബന്ധപ്പെട്ട് 2023 ഡിസംബറിൽ ലോക്സഭ പാസാക്കിയ ബില്ലിന്റെ പേരെന്താണ്? പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ബില്ല്. അച്ചടി മാധ്യമ രംഗവുമായി ബന്ധപ്പെട്ട് 2023 ഡിസംബറിൽ ലോക്സഭ പാസാക്കിയ ബില്ലിന്റെ പേരാണ് പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ബില്ല്. തീവ്രവാദ നിയമവിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെട്ട് ശിക്ഷ ലഭിച്ചവർക്ക് പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങാൻ ലൈസൻസ് ലഭിക്കില്ല എന്നതാണ് ഈ നിയമത്തിലെ പ്രധാന വ്യവസ്ഥ. വിദേശ പ്രസിദ്ധീകരണത്തിന്റെ ഇന്ത്യൻ പതിപ്പ് തുടങ്ങാൻ സർക്കാരിന്റെ മുൻകൂർ അനുമതിയും ഈ ബിൽ പ്രകാരം വേണം. മലബാറിലെ ആദ്യത്തെ ബസിലിക്കയായി ഉയർത്തപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രം ഏതാണ്? മാഹി സെയിന്റ് തെരേസാസ് പള്ളി. മാഹി സെയിന്റ് തെരേസാസ് പള്ളിയാണ് മലബാറിലെ ആദ്യത്തെ ബസിലിക്കയായി ഉയർത്തപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രം. മലബാറിലെ ആദ്യത്തെയും കേരളത്തിലെ 11ാമത്തെയും ബസിലിക്കയാണ് മാഹി പള്ളി. മാർപ്പാപ്പയോട് ചേർന്നു നിൽക്കുന്ന ദേവാലയം എന്നതാണ് ബസിലിക്ക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പാർലമെന്റ് പാസാക്കിയ പുതിയ ക്രിമിനൽ നിയമ ബില്ലുകൾ പ്രകാരം കുറ്റകൃത്യത്തിന് ഇരയാവുന്നവർക്ക് നീതി ലഭ്യമാക്കുന്നതിനുള്ള പരമാവധി സമയപരിധി എത്രയാണ്? 3 വർഷം. പാർലമെന്റ് പാസാക്കിയ പുതിയ ക്രിമിനൽ നിയമ ബില്ലുകൾ പ്രകാരം കുറ്റകൃത്യത്തിന് ഇരയാവുന്നവർക്ക് നീതി ലഭ്യമാക്കുന്നതിനുള്ള പരമാവധി സമയപരിധി 3 വർഷമാണ്. ബില്ലിൽ ആൾക്കൂട്ട ആക്രമണവും പിടിച്ചുപറിയും പുതിയ കുറ്റമായി ഉൾപ്പെടുത്തി. പുതുതായി പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുന്ന സെക്യൂരിറ്റി വിഭാഗം ഏതാണ്? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, CISF. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് പുതുതായി പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുന്ന സെക്യൂരിറ്റി വിഭാഗം. ഡൽഹി പോലീസ് ആയിരുന്നു ഇതുവരെ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല നിർവഹിച്ചിരുന്നത്. CISFന് പാർലമെന്റിൽ പ്രവേശിക്കുന്നവരെ പരിശോധിക്കുന്നതിനുള്ള ചുമതല മാത്രമാണ് ലഭിക്കുക. പാർലമെന്റിനകത്തെ സുരക്ഷാ ചുമതല ലോക്സഭാ സെക്രട്ടേറിയറ്റ് ആണ് നിർവഹിക്കുന്നത്. പാർലമെന്റിന് പുറത്തെ സുരക്ഷാ ചുമതല തുടർന്നും ഡൽഹി പോലീസ് തന്നെയായിരിക്കും നിർവഹിക്കുന്നത്. പാർലമെന്റിനകത്തേക്ക് പ്രവേശിക്കുന്നവരെ പരിശോധിക്കുന്നതിനുള്ള ചുമതലയാണ് CISFന് ലഭിച്ചത്. ആശുപത്രികൾക്കും ബ്ലഡ് ബാങ്കുകൾക്കും വേണ്ടി തയ്യാറാക്കിയ ആദ്യത്തെ ഓൺ ഡിമാൻഡ് ബ്ലഡ് ലോജിസ്റ്റിക് പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ബ്ലഡ് പ്ലസ്.
ബ്ലഡ് പ്ലസ് എന്ന ഓൺ ഡിമാൻഡ് ബ്ലഡ് ലോജിസ്റ്റിക് പ്ലാറ്റ്ഫോമാണ് ആശുപത്രികൾക്കും ബ്ലഡ് ബാങ്കുകൾക്കും വേണ്ടി തയ്യാറാക്കിയ ആദ്യത്തെ ഓൺ ഡിമാൻഡ് ബ്ലഡ് ലോജിസ്റ്റിക് പ്ലാറ്റ്ഫോം. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ജലദോഷത്തിനുള്ള മരുന്ന് സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നതാണ് കേന്ദ്രം നിരോധിച്ചത്? 4 വയസ്സ്. 4 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ജലദോഷത്തിനുള്ള മരുന്ന് സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയത് ആരാണ്? സഞ്ജു സാംസൺ. മലയാളിയായ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെയാണ് സഞ്ജു സെഞ്ചുറി നേടിയത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL-ൽ കളിക്കുന്ന ആദ്യത്തെ ആദിവാസി യുവാവ് എന്ന നേട്ടം കൈവരിച്ചത് ആരാണ്? റോബിൻ മിൻസ്. ജാർഖണ്ഡുകാരനായ റോബിൻ മിൻസ് ആണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ആദിവാസി യുവാവ് എന്ന നേട്ടം കൈവരിച്ചത്. ദുബായിൽ നടന്ന ലേലത്തിൽ 3.60 കോടി രൂപയ്ക്ക് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് റോബിനെ സ്വന്തമാക്കിയത്. ഏകദിന ക്രിക്കറ്റ് ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ശുഭ്മാൻ ഗില്ലിനെ മറികടന്ന് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ പാകിസ്ഥാൻ താരം ആരാണ്? ബാബർ അസം. പാകിസ്ഥാൻ താരമായ ബാബർ അസമാണ് ഏകദിന ക്രിക്കറ്റ് ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ശുഭ്മാൻ ഗില്ലിനെ മറികടന്ന് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 91ാമത് ഇന്റർപോൾ ജനറൽ അസംബ്ലി നടന്നത് എവിടെ വെച്ചാണ്? വിയന്ന. ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ചാണ് 91ാമത് ഇന്റർപോൾ ജനറൽ അസംബ്ലി നടന്നത്. ഏത് പ്രശസ്ത ഹിന്ദി സിനിമാ താരത്തിന്റെ 100ാമത് ജന്മവാർഷികത്തിലാണ് അദ്ദേഹത്തിന്റെ സിനിമാ പോസ്റ്ററുകളുടെയും ഫോട്ടോകളുടെയും ലേലം നടന്നത്? രാജ് കപൂർ. പ്രശസ്ത ഹിന്ദി സിനിമാ താരമായ രാജ് കപൂറിന്റെ 100ാമത് ജന്മവാർഷികത്തിലാണ് അദ്ദേഹത്തിന്റെ സിനിമാ പോസ്റ്ററുകളുടെയും ഫോട്ടോകളുടെയും ലേലം നടന്നത്. തൊഴിൽ അന്വേഷകരെയും സ്വകാര്യ തൊഴിൽദാതാക്കളെയും കൂട്ടിയിണക്കാൻ സർക്കാർ K-Disk വഴി തുടങ്ങിയ മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? GWMS ആപ്പ്. ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം ആപ്പ്. തൊഴിൽ അന്വേഷകരെയും സ്വകാര്യ തൊഴിൽദാതാക്കളെയും കൂട്ടിയിണക്കാൻ സർക്കാർ K-Disk വഴി തുടങ്ങിയ മൊബൈൽ ആപ്പിന്റെ പേരാണ് GWMS ആപ്പ്. ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം ആപ്പ്. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ എന്നതാണ് K-Diskന്റെ മുഴുവൻ രൂപം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ICFREയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതയായ വനിത ആരാണ്? കാഞ്ചൻ ദേവി. കാഞ്ചൻ ദേവിയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ICFREയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതയായ വനിത. ഏത് ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായമാണ് മന്ത്രിസഭാ യോഗം 58-ൽ നിന്നും 60 ആക്കി ഉയർത്തിയത്? കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായമാണ് മന്ത്രിസഭാ യോഗം 58-ൽ നിന്നും 60 ആക്കി ഉയർത്തിയത്. കേരളത്തിൽ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർട്ടി വൈനിന് എത്ര ശതമാനം നികുതി ചുമത്തുവാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്? 86%. കേരളത്തിൽ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർട്ടി വൈനിന് 86% നികുതി ചുമത്തുവാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. കർഷകരെ സഹായിക്കുന്നതിനാണ് സർക്കാർ 1-ാം മദ്യനയത്തിൽ
15.5% ആൽക്കഹോൾ അടങ്ങിയ ഹോർട്ടി വൈൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വൈനറികൾ നിർമ്മിക്കുന്നതിനായി കേരള വൈനറി ചട്ടം പ്രഖ്യാപിച്ചത്? കടലിൽ കാറ്റാടിപ്പാടം സ്ഥാപിക്കുന്നതിനായി തയ്യാറാക്കിയ കേന്ദ്ര സർക്കാർ ചട്ടപ്രകാരം എത്ര വർഷത്തേക്കാണ് തീരക്കടൽ പാട്ടത്തിന് നൽകുന്നത്? 35 വർഷം. കടലിൽ കാറ്റാടിപ്പാടം സ്ഥാപിക്കുന്നതിനായി തയ്യാറാക്കിയ കേന്ദ്ര സർക്കാർ ചട്ടപ്രകാരം 35 വർഷത്തേക്കാണ് തീരക്കടൽ പാട്ടത്തിന് നൽകുന്നത്. ചതുരശ്ര കിലോമീറ്ററിന് 1 വർഷം 1 ലക്ഷം രൂപ നിരക്കിൽ 35 വർഷത്തേക്കാണ് പാട്ടം നൽകുന്നത്. ഒരു കമ്പനിക്ക് 25 മുതൽ 500 ചതുരശ്ര കിലോമീറ്റർ വരെയാണ് പരമാവധി പാട്ടമായി ലഭിക്കുക. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് ആദ്യമായി തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നടപ്പാക്കുന്നത്. വേൾഡ് ബോക്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുള്ള DJMCയുടെ ബോക്സിംഗ് ബെൽറ്റ് സ്വന്തമാക്കിയ മലയാളി ആരാണ്? KS വിനോദ്. മലയാളിയായ KS വിനോദാണ് വേൾഡ് ബോക്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുള്ള DJMCയുടെ ബോക്സിംഗ് ബെൽറ്റ് സ്വന്തമാക്കിയ മലയാളി. ഓസ്ട്രേലിയയിൽ നടന്ന മത്സരത്തിൽ അമേരിക്കയുടെ ബോക്സിംഗ് താരം ഷോബിയെയാണ് വിനോദ് പരാജയപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 2023 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ കളിക്കാരൻ ആരാണ്? ഹർദിക് സിംഗ്. ഇന്ത്യൻ ഹോക്കി താരമായ ഹർദിക് സിംഗിനെയാണ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 2023 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത്. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാണ് ഹർദിക് സിംഗ്. മികച്ച വനിതാ താരമായി തിരഞ്ഞെടുത്തത് നെതർലാൻഡ്സിന്റെ സാൻഡി വാർഡാണ്. നെതർലാൻഡ്സിന്റെ സാൻഡി വാർഡിനെയാണ് മികച്ച വനിതാ താരമായി ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ തിരഞ്ഞെടുത്തത്. 2023 മികച്ച ഗോളിയായി തിരഞ്ഞെടുത്തത് ഇന്ത്യൻ വനിതാ ടീമിന്റെ ഗോളിയായ സവിത പൂനിയയാണ്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 2023 മികച്ച പുരുഷ താരമായി ഹർദിക് സിംഗിനെയും വനിതാ താരമായി നെതർലാൻഡ്സിന്റെ സാൻഡി വാർഡിനെയും മികച്ച ഗോളിയായി ഇന്ത്യയുടെ സവിത പൂനിയയുമാണ് തിരഞ്ഞെടുത്തത്. കേരളത്തിൽ ആദ്യമായി ഏത് വിമാനത്താവളമാണ് 1 കോടി യാത്രക്കാർ എന്ന നേട്ടം കൈവരിച്ചത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സിയാൽ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സിയാലാണ് കേരളത്തിൽ ആദ്യമായി 1 കോടി യാത്രക്കാർ എന്ന നേട്ടം കൈവരിച്ച വിമാനത്താവളം. 1 കോടി യാത്രക്കാർ എന്ന നേട്ടം കൈവരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ 4ാമത്തെ വിമാനത്താവളമാണ് സിയാൽ. ലയ റിനോഷ് എന്ന 5 വയസ്സുകാരിയാണ് സിയാലിൽ 1 കോടി യാത്രക്കാർ എന്ന എണ്ണം തികച്ച യാത്രക്കാരി. കേരളത്തിൽ ആദ്യമായി ഏത് വിമാനത്താവളമാണ് 1 കോടി യാത്രക്കാർ എന്ന നേട്ടം കൈവരിച്ചത്? 2023 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2023 വർഷത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ 1 കോടി യാത്രക്കാരാണ് യാത്ര നടത്തിയത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറന്റ് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.